അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. നമുക്ക് വാർപ്പാണ്, നമ്മളെ വീടിൻ്റെ ലിൻഡൽ വാർപ്പാണ്. അപ്പം ഇന്ന് സന്ധ്യൻ്റെ മടക്കി പോകാനുണ്ടെന്ന് അപ്പം നിങ്ങൾ പോകാൻ നിൽക്കുകയാണ്. വണ്ടി നിങ്ങൾ പോയിക്കോളി. നിങ്ങൾ വാർപ്പിനേക്കില്ല പോയിട്ട് വരാം. എന്തൊക്കെ ഭക്ഷണം ഇവിടെ കഞ്ഞിയാക്കി വെച്ചിട്ടുണ്ട്. 10 മണിക്ക് കൊടുക്കാൻ കഞ്ഞി ഉപ്പേരി ഒക്കെ ഉണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ആക്കണം. അപ്പം അതിൻ്റെ മുന്നേ ഒരു പോകാൻ വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നു. കുട്ടിക്ക് ഇവിടുന്ന് സ്കൂളിലേക്കും പോകാനുണ്ട്. 8:30 ആകുമ്പോഴത്തേക്കും സ്കൂളിലേക്ക് എത്തണം. അപ്പോൾ ഒരുമിച്ചായിട്ട് പോവുകയാണ് ഓട്ടോറിക്ഷയിൽ. അമ്മയ്ക്കോ നോക്കൂല. അപ്പം നമ്മളെ യാത്രയൊക്കെ കേട്ടോ. നമ്മളെ വാർപ്പ് തുടങ്ങിട്ടോ. നമ്മളെ പണിക്കാരെ കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 12 മണിയാകാനാണ് നമ്മളെ കഞ്ഞി കുടിച്ചത്. കുറേ കമ്പി കട്ടലും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കഞ്ഞി കുടിച്ചത്. കഞ്ഞി കുടിച്ചതിന് ശേഷം വാർക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ ആ മെഷീനിലിട്ടുള്ള സൗണ്ട് കാര്യങ്ങളൊന്നും അങ്ങനെയല്ല, ചെറുതല്ലേ. നമ്മളെ സൺസൈഡാണ്. പിന്നെ അടുക്കളേൻ്റെ അല്ലേ, കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേറൊരു ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ വാർത്ത്. അങ്ങനെ തോണി. പിന്നെ അപ്പുറത്ത് നമ്മുടെ തൊട്ടപ്പുറത്ത് മാഷുണ്ട്, സലീം മാഷ വീട്ടിൽ വെച്ചിട്ടാണ്. നമുക്കിവിടെ സ്ഥലമില്ലാത്ത കാരണം അവിടെ വെച്ചിട്ടാണ് ഈ സിമെൻറ്റും മണലും എല്ലാം കൂട്ടുന്നത്. അപ്പോൾ അങ്ങോട്ടൊക്കെ നമുക്ക് പോവാട്ടോ. അതിൻ്റെ മുന്നേ ഞാൻ ചിക്കൻ കറിയും എല്ലാം റെഡിയാക്കിയാണ്. സാധാ ചോറ് മതിയായിരുന്നു. ഓൽക്കൊക്കെ ബിരിയാണി നെയ്ച്ചോറും തിന്ന് ഓൽക്ക് വേണ്ടാന്ന്. 2 സ്വാമിമാരുണ്ട്. അപ്പോൾ അടുത്ത് തന്നെയാണ് വീട്, അരിമ്പ്ര കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന 2 ഭായിമാരുണ്ട്. ഇപ്പോൾ പപ്പടം ഉണ്ട്. ഇവിടെ ഈ അടുക്കളയിലേ ഇവിടെ വെക്കാൻ സ്ഥലമല്ല കേട്ടോ. ഇത്രയുള്ള സ്ഥലത്ത് ഞാൻ കുത്തി തിരക്കി വെക്കും. പാറുന്ന് ഇത്രയും നേരം എൻ്റെ കാലുണ്ട്. കാരണം എന്താണെന്ന് അറിയാം, പാറുന് ഭയങ്കര ബോറടിയാണ്. ഇന്ന് സന്ദേശിൻ്റെ കുട്ടിയില്ല, ആരുമില്ല, അമ്മയില്ല, കളിക്കാനും കൊഞ്ചാനും ആളില്ല. ഞാൻ അവിടെ വെച്ചിട്ട് കിടക്കിയിരുന്നു. എനിക്കെന്നെ ബോറടിയാണ് കേട്ടോ. ഞാൻ അപ്പോഴത്തേനും വിടലില്ലെന്ന് തോന്നി. എനിക്ക് ഭയങ്കര ടെൻഷൻ, എന്തോ പോലെ ഒരു ഒറ്റപ്പെടലിന്ന്. ഇങ്ങനത്തെ ദിവസം ഇല്ല കേട്ടോ. ഇപ്പൊ കുറെ ലെവലായി. ആ രാവിലെ ഭയങ്കര എന്തൊക്കെയാ, എനിക്ക് ക്യാമറയുടെ മുന്നിൽ വീഡിയോ എടുക്കാനും കൂടി പറയാനൊരു എന്തോ പോലെ, അങ്ങനത്തെ ഒരു അവസ്ഥ തോന്നുന്നു രാവിലെ. അപ്പൊ ഇനി ചിക്കൻ കറി ആയിട്ടാണ് നമ്മളെ വാർക്കനെ കാണാൻ പോവാട്ടോ. ഞാൻ ഈ അടുക്കള അതിലൂടെ അടച്ചിട്ടതാണ്. അവിടുന്ന് തട്ടുമുട്ടും കേൾക്കുമ്പോൾ പാറുവിന് പേടിയാണ്. അത്രയും ഒരു സൗണ്ട് കേട്ടാൽ മതി, ഓടിയിട്ട് അവിടെ പോയിട്ട് ഒളിക്കാണ്. തട്ടിന്റെ അടിയിൽ പോയിട്ട് നോക്കണം. ചിക്കൻ കറി ഉണ്ടാക്കണേ, കറി ആക്കിയിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ വേറെ കറി ഉണ്ടാക്കണില്ല. ഉപ്പേരി 10 മണിക്ക് കായ പയറും കൂടി ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ ഉണക്കൽ മീൻ, നമ്മളെ സ്ഥിരം പരിപാടി കളമീൻ, പുളി, മുളകും തക്കാളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് വറ്റിച്ചു, അത് കൊടുത്തു. പിന്നെ ഈത്തപ്പഴത്തിൻ്റെ ഒരു അച്ചാറുണ്ടായിരുന്നു, അത് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ 10 മണിക്കഞ്ഞി കൊടുത്തു. ഇനിയിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയാണ്. സ്പെഷ്യൽ ഒന്നുമില്ല, നമ്മളെന്താ കാട്ടണം അതന്നെ നമ്മളെ സ്പെഷ്യൽ കേട്ടോ. അളവും കാര്യമൊന്നുമില്ല. ഇത് പിന്നെ മുളക് പൊടി ഇടുമ്പോൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഇത് വലിയത്തെ മുളകാണ്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നല്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കരുതി ഇട്ടിട്ടില്ലെങ്കിൽ പണി പാടും. പിന്നെ ലാസ്റ്റ് നമ്മൾ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കും. അതാണ് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചിട്ടിട്ടുണ്ട്. തക്കാളി രസമുണ്ട്. തക്കാളി വില കൂടുതലാട്ടോ തക്കാളിക്ക്. അപ്പോൾ കാരണം തക്കാളി കൊണ്ട് തന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ തക്കാളി പോയി പറിച്ചെടുത്തതാണ്. തക്കാളി ശരിക്കും കുഴപ്പമില്ല. ഭായിമാരാണ് കേട്ടോ, 2 ഭായിമാരുണ്ട്. അപ്പം ഞാൻ എൻ്റെ തക്കാളി പറിച്ചു കൊണ്ടുവന്നാണ്. അത് ശരിക്കും പഴുപ്പായില്ലെങ്കിലും കുഴപ്പമില്ല. അതിങ്ങനെ പഴുത്ത പോലെ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല ഇതുണ്ട്, പഴുത്ത പോലെ സോഫ്റ്റ്. ഞാൻ ജാറിൽ കഴിച്ച് പേസ്റ്റാക്കി. നമുക്കതിൻ്റെ പുളിപ്പിക്കുക പോലെ. ഇത് പാറുവിനുള്ളതാണ്. പാറുവിന് കുറച്ചിങ്ങനെ എടുത്ത് മാറ്റി വെച്ച വെറും ചിക്കൻ കഷ്ണം മാത്രമേ എല്ലില്ലാതെ. എന്നാൽ പിന്നെ കൊടുക്കണ സമയത്ത് എല്ല് നോക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ചിക്കൻ കഷ്ണം ഇട്ട് കൊടുത്താണ്. അധികം ചാറാക്കാതെ കേട്ടോ. അല്ലെങ്കിൽ ചിക്കനും കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ അതിന് കണ്ടിട്ട് ഉള്ളതാണ് കേട്ടോ.
ഉപ്പിട്ട് കൊടുത്തില്ല കേട്ടോ. ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ചിക്കൻ മസാല ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. എന്തായി നമ്മളെ വറുപ്പ്? നല്ല വെയിലാണ്. അപ്പോൾ ആ കാണുന്ന വലിയ വീടില്ലേ, ഈ ബാലവാടിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ വീടിൻ്റെ അവിടെയാണ് കേട്ടോ നമ്മൾ സിമെൻറ്റും മണലൊക്കെ കൂട്ടണേ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒക്കെ കൊണ്ടുവരണം. അപ്പോൾ ഇതാ നമ്മളെ വാർപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാനൊന്നും പറ്റൂല കേട്ടോ. നല്ല പ്രയാസമാണ് ഈ തൂണിൻ്റെ ഇടയിൽ കൂടെയൊക്കെ. അവിടെ നിന്ന് ഇങ്ങനെ ഏറ്റ് വരികയാണ്. പക്ഷെ ഇത് കാണാൻ അപ്പൂസും അമ്മയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒറ്റയ്ക്കായിട്ടേ എനിക്കൊരു മൂടിട്ടില്ല. 2 ഭായിമാരാണ് നമ്മളൊപ്പം ഉള്ളത് പണിക്കിട്ടോ. പക്ഷെ നമ്മളെ വാർപ്പിൻ്റെ ആ സൗണ്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ, എല്ലാവരും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ മെഷീൻ വേണം. അപ്പോഴേ നമുക്ക് ആ സൗണ്ട് ഉണ്ട് നമ്മളെ വാർപ്പാണെന്ന് എല്ലാവരും അറിയുള്ളൂ. അപ്പോൾ നമ്മളെ ചങ്ക് ബ്രോ റഫിയൊക്കെ അതിൻ്റെ മുകളിലാണ് കേട്ടോ, വീടിൻ്റെ മുകളിലാണ്. അപ്പം നമുക്ക് അതിൻ്റെ മുകളിൽ കാണുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഇതാ നമ്മളെ തങ്കച്ചേച്ചിൻ്റെ വീടിൻ്റെ അവിടെ കയറിക്കണം അതിൽ, അപ്പോഴേ ഇങ്ങോട്ട് കാണുള്ളൂ. നിങ്ങളെ മേലെ സിമെൻ്റ് ഒന്നും ആക്കണ്ട കേട്ടോ. അതായാൽ തന്നെ മനസ്സിലാവും, നല്ല ചൊറിച്ചിൽ വരും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒന്നും കാണൂല. എല്ലാവരും ഉണ്ടാവും അവിടെ തറവാട്ടിൽ. ആരും ഇങ്ങോട്ട് പുറത്തേക്കാണ്. അല്ലാതെ ഞാൻ പറഞ്ഞത് ഇന്നൊരാട്ടം എനിക്കല്ല ദിവസം ഞാനും പാറും മാത്രം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, ജീവുള്ള 2 ആൾക്കാർ. ബാക്കിയെല്ലാവരും ഇപ്പൊ തന്നെ എടുത്ത് കളയണല്ലേ, അല്ലെങ്കിൽ അവിടെ ഉറക്കിയത്. അതിലൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ തലയിട്ട് ചാടും കേട്ടോ. തറവാടിൻ്റെ മുകളിൽ വന്ന് നിൽക്കാണ് കാണാൻ വേണ്ടിട്ട് വാർപ്പ്. ശിവേട്ടനൊന്നും ഇപ്പൊ മനസ്സിലാവില്ല ഇതിന്റെ മുകളിന്ന്. റഫീന് ഇതിന്റെ മുകളിൽ കാണാല്ലോ കേട്ടോ, ഇറങ്ങി പോയി തോന്നുന്നുണ്ട്. അപ്പൊ നമ്മള് ഇത് വാർപ്പ് കഴിഞ്ഞു തുടങ്ങിട്ടോ അല്ലേ ശിവേട്ടാ? കുറ്റം കിട്ടില്ലേ? കഴിഞ്ഞിട്ടടിക്കാം. അതെങ്ങനെ വാർപ്പ് കഴിഞ്ഞിട്ടോ? ആരോ വാർപ്പ് കഴിഞ്ഞോ? ആരോ ഒരു ഹായ് പറഞ്ഞ കച്ചറല്ലേ, ഒരു ഹായ് പറഞ്ഞ. ഇന്ന് കളിപ്പിക്കാൻ സമയം കിട്ടിയില്ല. ഇത്തപ്പഴച്ചാറില്ല സമയം എത്രയായി? 3 മണി. നമ്മളെ വാർപ്പ് കഴിഞ്ഞു. അങ്ങനെ നോക്കിയിരുന്ന ലിൻഡൽ വാർപ്പും കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളെ മെയിൻ വാർപ്പിലേക്കാണ്. ചോറ് കൊടുക്കട്ടെ. മജു ആണല്ലേ? എന്താ പേര്?
ഹാജിജു ആസാമിലെ കൽക്കത്ത കൽക്കത്തല്ലേ കുറവാണ് അവർക്കൊക്കെ മടിയാണ് മടിയില്ലാത്തോ. നമ്മളെ ഇന്നലത്തെ വിശേഷത്തിന്റെ ബാക്കി ഇന്നാണ് കേട്ടോ. ഇന്നലെ പിന്നെ അമ്മേനൊക്കെ കാത്തിരുന്ന് വൈകുന്നേരം ഇരുട്ടായി. അപ്പൊ അങ്ങോട്ട് മറിയൂട്ടോ. ചുറ്റുകൂടെ അടിച്ചു കയറ്റിയത് ചുറ്റുകളോ അല്ല ഞാൻ പൊട്ടിക്കുമ്പോ കിട്ടും. പൊട്ടിക്കുമ്പോ ഫുള്ള് ഇങ്ങനെ പൊട്ടിക്കാനാ. അപ്പൊ നമ്മള് വാർപ്പ് അങ്ങോട്ട് ഉഷാറായിട്ട് ഇന്നലെ കഴിഞ്ഞു. ഒരു ഒന്നാം വാർപ്പ്. ഇനി ഇതിലും വലിയ വാർപ്പ് വൈകാതെ ഉണ്ടാവൂട്ടോ. പടവ് ഇനി പടവും കഴിയണം. അമ്മേന്റെ ഒക്കെ ഹോസ്പിറ്റൽ പോക്കും കഴിയണം. എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഇന്ന് നമ്മൾ ഉച്ചക്ക് ശേഷമാണ് ഇപ്പൊ ബാക്കി വിശേഷം എടുക്കുന്നത്. ആ നമുക്ക് ഒരു ഹായ് ഉണ്ട്. അപ്പുല്ലേ വാട്സപ്പിൽ വന്നാണ്. അപ്പു എന്നാണ് നല്ല പേര്. ശ്രാവൺ എന്നാണ് കേട്ടോ. ഒക്കെ നല്ല പേരാ. അപ്പൂസിന്റെ പേരാ കേട്ടോ. അപ്പൂസ് എന്താണ് പറഞ്ഞ എന്താ ചെയ്യണേ? തുണി വിൽക്കണം. എന്റെ ചുരിദാറൊക്കെ കൊണ്ടുപോയി വിൽക്കണം. കോട്ടന്റെ ചുരിദാറാണ്. കോട്ടൺ നല്ല കൊട്ടിപ്പാറ, പിന്നെ വാളാഞ്ചേരി, പിന്നെ പൂക്കോട്ടുംപാടം, പിന്നെ പൊട്ടിപ്പാറ പറഞ്ഞു. എന്താണ് നായാട്ടല്, പൊട്ടിപ്പാറ, വളാഞ്ചേരി, പൂക്കോട്ടുംപാടം അല്ലേ? ഇവിടുന്നൊക്കെ നമ്മള് ഇന്നലെ അമ്മ കെട്ടുതറക്കി പോയപ്പോ കണ്ടിട്ട് അവിടുന്ന് എല്ലാവരോടും അന്വേഷണം പറയാനും ഹായ് പറയാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളും ഹായ് തരുന്നുണ്ട്. പിന്നെ മഞ്ചേരി ആദ്യം ഇതുവരെ കേട്ടോ. എന്നിട്ട് അപ്പൊ നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവർക്കും കൂടിയിട്ടാണ് കേട്ടോ. എല്ലാരും കണ്ട എല്ലാവർക്കും കേട്ടോ. പിന്നെ ഇന്ന് നമ്മള് മഞ്ചേരിയിൽ പോയെന്നോ. അവിടുന്ന് എങ്ങനെ ഞാനത് പറഞ്ഞാന്ന് എനിക്ക് പറയാനറിയില്ല. ഞാൻ അപ്പൂസം കണ്ണ് തള്ളിയിട്ടുണ്ട്. അന്ത വിട്ടുപോയി. കൊറേ ആള് ഇത്രയും ആള് നമ്മളെ ഉണ്ടോന്ന് തന്നെ എനിക്ക് സംശയമായിട്ടുണ്ട്. അത്രയും ആൾക്കാര് മഞ്ചേരിയങ്ങാടിന്നും ഒരു ഏട്ടന് കണ്ടിട്ട് ആ ഏട്ടന് എത്രയോ അത്ഭുതമായിണ്ട്. അത് കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് കണ്ടപ്പോ അതെന്താ കാരണം അറിയാം. ചെടി വിൽക്കാനൊരാള് ചേച്ചി ഉണ്ട്. അതിൻ്റെ അടുത്ത് ഞങ്ങള് ചെടി വാങ്ങി അപ്പൂസ്. അത് വാങ്ങിയപ്പോഴാണ് എന്താ വർത്താനം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അയാൾ മൊത്തക്ക് ഞങ്ങളെ കണ്ടത്. അപ്പൊ ആ ഏട്ടൻ ഇപ്പൊ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആയിട്ടാ. പിന്നെ നമ്മൾ പോയ അവിടുന്ന് സ്കൂളിൽ നിന്നും കുറെ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്നു വേറെ കുറെ ചേച്ചിമാരുണ്ടായിരുന്നു. ഒരു ചമ്മന്തി ഒക്കെ കണ്ടിട്ട് കൊതി വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓൽക്കൊക്കെ എല്ലാരും ചമ്മന്തി ഇറക്കിയല്ലോ. അത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്ന് ഈ ചമ്മന്തി അരച്ച നിങ്ങൾക്ക് ബോറാവില്ല എന്ന് പറയണേ. നിങ്ങൾ എന്ത് കാട്ടിലും വേണ്ടില്ല ഡെയിലി ഓരോ ചമ്മന്തി ഇറക്കിട്ടോന്ന് കാണാൻ രസം. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അമ്മിയില്ല, തറവാട്ട് പോയിട്ട് അരക്കണത്. ഞാൻ അടുക്കള ഇങ്ങനെ സെറ്റ് ആവണ്ട് എന്നിട്ട് അമ്മി പോയിരിക്കണം. അടുക്കള ഉണ്ടാക്കുമ്പോഴേക്ക് അമ്മി വേണം. കുറച്ച് വിട്ടോട്ട് വെച്ചാലേ കിട്ടൂല. അത്ര അടുപ്പിച്ച് വെച്ചാൽ കിട്ടൂലേ. രാവിലെ ഇരിക്കണ്ട അങ്ങനെ കുറച്ച് വിട്ടുവിട്ട് വെച്ചാൽ മതി. അപ്പൊ കുറച്ച് വിട്ടുവിട്ട് തന്നെ കാട്ടിയാ മതി. ആ ചാക്ക് എന്തിനാ ഒഴിവാക്കിട്ട് ആ വാഴക്കലോട്ടാനേ അപ്പൂസ് ഇന്ന് ചോദിക്കുന്നു. അപ്പൊ എന്താ പറയാ അതിന്റെ അത് ഇങ്ങനെ വീണ്ടിട്ടേ ഇത് ഇങ്ങനെ പോരുന്നുണ്ട് പറക്കല്ലേന്ന്. മാണിത്തട്ട് അങ്ങനെ വീണ്ടിട്ടേ അറിയാ. ഇങ്ങനെ തോലൊളിഞ്ഞ് പോരുന്നുണ്ട് പിരിക്ക. എന്താ മാത്തി വേ ഓന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് വാർപ്പ് ഇവിടെ കൂട് ഇവിടെ താത്തി വാർത്താണ്. ഇവിടെ താത്തി വാർത്താണ് അറിയ. ഇതില് വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വെള്ളം നിക്കണം ശരിക്കും. അപ്പൊ ഇനി ഇതിലാ അല്ലട്ടാ ഇവിടെ ഒരിക്കലും ബണ്ട് കെട്ടിയാ മതി നമ്മള്.
ഇനിയിപ്പോ സമയല്ല. ശരി, മോട്ടർ ഇട്ട് കൊടുത്താ മോട്ടർ ഇത് വെള്ളത്തിന്റെ. കഴിഞ്ഞപ്പോ പിന്നെ അത്ര മതി. അപ്പൊ ഇനി ഇവിടെ എല്ലാം രണ്ടിട്ടോളാം. ഇതുമ്മ രണ്ടിട്ടോളാം. ആ ചാക്ക് എടുക്കുക. ആ ചാക്ക് ഇടാനെ ഫസ്റ്റ് പറഞ്ഞിട്ട്. അപ്പൂസ് വാങ്ങിയ ചെടി കേട്ടത് ഡാലിയേ അതാ തോന്നണുണ്ട്. എന്തോ ഒരു ഭംഗിയില്ലേ ഇതിന്റെ. ഇത് വേറൊരു ജമന്തി പോലത്തെ ഒരു പൂ. അപ്പൊ ഇത് കുഴിച്ചിടണോ? ഞങ്ങൾ കൊണ്ടുവന്നപ്പോ നട്ടുച്ചയ്ക്കാ വന്നതേ. അപ്പൊ അങ്ങനെ തന്നെ ഇവിടെ വെച്ചതാണ്. ഇപ്പൊ തന്നെ പാടി തളർന്നു. ഇതൊന്ന് കണ്ടുപൊട്ടി. ഇതിന് 30 രൂപേന്റെ ചെടിയാണ് കേട്ടത്. നിറയെ മുട്ടൊക്കെ ഉണ്ട്. എന്നും പുഷ്പിച്ച് തന്നാ മതിയെന്നു. ഇനി ചകിരിച്ചോറും കിട്ടാണ്ട് ചട്ടിയും കിട്ടാണ്ട് എന്നിട്ട് വെക്കാം. അപ്പൂസിന് ഞങ്ങളെ പോലെ തന്നെ കളർഫുള്ളിന്റെ ആളാണ്. പിന്നെ എന്നോട് ചോദിച്ചിട്ടോ ഏതാ പൂ വേണ്ടതെന്ന്. ഇതിന്റെ ഒക്കെ മഞ്ഞയും ഓറഞ്ച്, ആ പാലവാടിമിക്ക് നോക്കിയ പോലത്തെ പൂക്കളാ. ഓറഞ്ച്, മഞ്ഞ എല്ലാം ഉണ്ട്. ഇതുണ്ടോ അതുപോലെ ഇങ്ങനെ പൊട്ടി തെരുത്ത് വരുന്നൊക്കെ ഉണ്ട്. ഇനി അപ്പം ഇത് കുഴിച്ചിടാണ്ട്. അപ്പം ഇനി ഇത് കുഴിച്ചിടാനുള്ള പരിപാടിയായിട്ട് അടുത്തത്. അപ്പം ഇനി നമ്മൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം. നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ഇനി നമ്മളിവിടുത്തെ വോട്ടൊക്കെയാണ്. അപ്പം അതിൻ്റെ ഇലക്ഷൻ്റെ തിരക്കാണ് ഇവിടെ. ഭയങ്കര അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെ ചെറിയ ഗ്യാപ്പിലൊക്കെയാണ് നമ്മൾ ഈ വിശേഷങ്ങൾ എടുക്കുന്നത്. ഈ പാട്ടൊന്നും വരുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പം ഇനി നാളെ കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.